ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലും പറമ്പുകളിലൊക്കെ നമ്മൾ നട്ടു വളർത്തുന്ന മരച്ചീനി അഥവാ കപ്പ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മരച്ചീനിയുടെ വിളവെടുപ്പും അതേപോലെ മരച്ചീനിയുടെ തണ്ട് എങ്ങനെ നമുക്ക് നടാം, അതെങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ഒരു മരച്ചീനി പാകമായിട്ടുള്ള മരച്ചീനിയാണ്. നമ്മൾ ഇതേപോലത്തെ മരച്ചീനി കുറച്ച് പറിച്ചതിന് ശേഷം നട്ട് കൊടുത്ത് അത് മുളച്ച് വരികയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 മാസത്തോളമാണ് നമ്മളെ ഈ ഒരു മരച്ചീനിയുടെ വിളവെടുക്കേണ്ട പ്രായം. ഒരു വർഷത്തെ കിഴങ്ങുകളുമുണ്ട്, പക്ഷേ ഇത് നമുക്ക് 6 മാസം കൊണ്ട് എടുക്കാവുന്ന കിഴങ്ങുകളാണ്. അതേപോലെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചെറുകിഴങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും കായ്കൾ ഉണ്ടായിട്ടുണ്ട്. മരച്ചീനിയുടെ ഈ തണ്ടുകൾ തന്നെയാണ് നമ്മൾ മുറിച്ചിട്ട് നട്ട് വീണ്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മരച്ചീനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് നല്ല വെയിലാണ്. വെയിലും അതേപോലെ നല്ല ഇളകിയ മണ്ണായിരിക്കണം. നല്ല ചുവന്ന മണ്ണായാലും കറുത്ത മണ്ണായാലും കുഴപ്പമില്ല. നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ല ഇളകിയ മണ്ണും അത്യാവശ്യം മഴയും വെള്ളവും ഒക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ മരച്ചീനി വളരുകയും നല്ല രീതിയിൽ കിഴങ്ങുകൾ നമുക്കത് കിട്ടുകയും ചെയ്യും. ഈ മരച്ചീനിയുടെ പാകമാകുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പൂക്കളാണ്. പൂക്കൾ വിരിഞ്ഞ് അതിൽ കായ്കളൊക്കെ ആയി മാറുമ്പോഴേക്ക് ഏകദേശം നമുക്ക് മരച്ചീനിയുടെ ഈ പാകമാകുന്നത് മനസ്സിലാവും. ഇല്ലെങ്കിൽ നട്ട് 6 or 7 മാസം ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് പറിച്ചെടുക്കാവുന്ന വിളയാണ് ഈ മരച്ചീനി. ആരോഗ്യമുള്ള ഒരു തണ്ടിൽ നിന്നാണ് നമുക്ക് ഏകദേശം 5 or 6 കിലോ എന്തായാലും നമുക്ക് മരച്ചീനി കിഴങ്ങ് ലഭിക്കും. അത്തരത്തിൽ കുറച്ച് മരച്ചീനി തണ്ടുകളാണ് ഈ കാണുന്നത്. നമ്മൾ ഏകദേശം 7 മാസത്തോളമായി ഈ ഒരു തണ്ടുകൾ നട്ട് കൊടുത്തിട്ട്. അപ്പോൾ നടുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തരിശു ഭൂമികളൊക്കെ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഇടവിള കൃഷികളൊക്കെ ചെയ്ത് നന്നാക്കി നമുക്ക് വിളവെടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ആദ്യം പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. നല്ല ഇളകിയ മണ്ണായിരിക്കണം നമ്മൾ മരച്ചീനി കൃഷി ചെയ്യാൻ എടുക്കുന്ന സ്ഥലം. നമുക്ക് വളമായിട്ട് ജൈവവളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പച്ച ചാണകമൊക്കെ നമുക്ക് ഇതിൻ്റെ അരികിലൊക്കെ ഇട്ട് കൊടുക്കാം. ചുവട്ടിലിടാതെ നമുക്ക് ഇതിൻ്റെ അരികിലൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതേപോലെ തണ്ടുകൾ നടുന്ന സമയത്ത് ഏകദേശം 1-1.5 മീറ്ററോളം നമുക്ക് ഇടവിട്ടിട്ട് വേണം തണ്ടുകൾ നട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഇലകളൊക്കെ വളരാനും അതേപോലെ നല്ല രീതിയിൽ കിഴങ്ങ് പിടിക്കാനൊക്കെ വിട്ട് നടുന്നതായിരിക്കും നന്നാവുക. അതുപോലെ മണ്ണ് കൂന കൂട്ടിയിട്ട് നമ്മൾ നടാം. അല്ലെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ മണ്ണ് കൂന കൂട്ടേണ്ട ആവശ്യമില്ല. മണ്ണ് കൂന കൂട്ടിയാണ് നടുന്നതെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുകൂടാതെ നമ്മൾ മരച്ചീനി കിഴങ്ങുകൾ നടുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടവിളയായിട്ട് പയർ കൃഷി ചെയ്യാവുന്നതാണ്. പയർ ഈ മരച്ചീനിയുടെ ഓരോ ചുവട്ടും നമുക്ക് കുറ്റിപ്പയറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിരിക്കും ഇതേപോലെ മരച്ചീനികളൊക്കെ നമ്മൾ നട്ട് വളർത്തുന്നത് ഏറ്റവും നല്ലത്. എപ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ. കാരണം വെള്ളമാണ് ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. എന്നാൽ നല്ല വെയിലും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും മഴക്കാലം തുടങ്ങുമ്പോഴും തുലാവർഷം അവസാനിക്കുമ്പോഴും അതിന് മുന്നേയൊക്കെ നമുക്ക് ഈ ചെടികൾ നട്ട് വളർത്തി വലുതാക്കിയെടുക്കാം. ഏകദേശം 6 or 7 മാസം ആകുമ്പോഴേക്ക് വിളവെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മരച്ചീനി കൃഷിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൂടാതെ നമ്മൾ നട്ട് 2-3 മാസം കഴിഞ്ഞ് നമുക്ക് വളം ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെണ്ണീരും ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഒന്ന് മണ്ണ് കൂന കൂട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിളവ് ഈ ഓരോ ചുവട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ചുവട്ടിൽ നമുക്ക് പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ജലദൗർലഭ്യമോ അതേപോലെ മഴയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം 4 മാസത്തോളം ഒക്കെ പ്രായമായിട്ടുള്ള മരച്ചീനിയുടെ തണ്ടുകളാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.